Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about probability distribution. Probability distribution എന്നൊക്കെ പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഈ മൊഡ്യൂൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് അഥവാ ടേബിൾസിനെ പറ്റി പറഞ്ഞു, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ആൻഡ് നൗ വി ആർ ഡീലിംഗ് വിത്ത് ദ ടോപ്പിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞത്? എന്താ പ്രോബബിലിറ്റി, അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മളൊരു ഇവൻറ്റിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവൻറ്റ് ഉണ്ടാകാനുള്ള ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ആ ഇവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കംസ് ഒക്കർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ടേബിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിനകത്ത് ഒരു ഇവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഇവൻറ്റിന് ഔട്ട്കംസ് നമ്മൾ റാൻഡം വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റാൻഡം വേരിയബിളും ആ റാൻഡം വേരിയബിളിൻ്റെ ഔട്ട്കംസ്, അല്ലെങ്കിൽ ആ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ ഒരു ടേബിളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ടേബിൾ ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി നമുക്ക് ഒരു റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും പ്രോബബിലിറ്റിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് മാത്രം തരുന്നു. ഇപ്പോൾ ഒരു കോയിൻ ടോസ്, അല്ലെങ്കിൽ 3 കോയിൻസ് ടോസ് ചെയ്തു. അപ്പോൾ ആ കോയിൻ ടോസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഹെഡ് കിട്ടാൻ 3 കോയിൻ ടോസ് ചെയ്യുമ്പോഴും നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിങ്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അതായത് നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിങ് വൈൽ ടോസിങ് 3 കോയിൻസ്, അതാണ് എൻ്റെ റാൻഡം വേരിയബിൾ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് 0, 1, 2, 3 എന്നിവ വരും അല്ലേ. അപ്പോൾ ആ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി നേരിട്ട് തന്നിട്ടില്ല അല്ലേ, ജസ്റ്റ് എന്ത് മാത്രം തന്നിരിക്കുന്നു? ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ റാൻഡം എക്സ്പെരിമെൻറ്റിനും ആ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളിനും പറ്റിയ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ. ഏതൊക്കെയാണ്? 0, 1, 2, 3. 3 വട്ടം നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ്സ് അപ്പിയർ ചെയ്യുന്ന എണ്ണം ഇറ്റ് ക്യാൻ ബി 0, 1, 2 and 3. അപ്പോൾ ഈ ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് എടുക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെയുള്ള പ്രോബ്ലംസിനകത്ത് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് ബൈ മീൻസ് ഓഫ് ഇതായിരുന്നു, സാമ്പിൾ സ്പേസ് ആയിരുന്നു. സാമ്പിൾ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് ചില പ്രോബ്ലംസ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്, ഈ പറഞ്ഞ ടോയിൻ കോസിങ്, ഇപ്പോൾ 1 കോയിൻ ടോസ് ചെയ്ത്, അല്ലെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്ത്, 3 കോയിൻ ടോസ്, അങ്ങനെയുള്ള ചെറിയ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾ സ്പേസുകൾക്ക് നമുക്ക് പ്രോബബിലിറ്റി സാമ്പിൾ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം 3000 കോയിൻസ് ടോസ് ചെയ്തു, ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് 3000 കോയിൻസ് ടോസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഹെഡ് അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര? ഓരോ പ്രാവശ്യവും, അല്ലെങ്കിൽ 3000 കോയിൻസ് 3 വട്ടം ടോസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ 3 വട്ടം ടോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു വട്ടവും ഹെഡ് വീഴാതിരിക്കാം, 1 വട്ടം ഹെഡ് വീഴാം, 2 വട്ടം ഹെഡ് വീഴാം, 3 വട്ടം ഹെഡ് വീഴാം അല്ലേ. അപ്പോൾ 3000 കോയിൻസ് ആണ് ടോസ് ചെയ്തത്. ഒരു കോയിൻ മാത്രമായിരുന്നു നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 1 കോയിൻ 3 വട്ടം ടോസ് ചെയ്യുന്നത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ അല്ലേ. നമുക്ക് സാമ്പിൾ സ്പേസ് പെട്ടെന്ന് എഴുതി തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പ്രോബബിലിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം 3000 കോയിൻസ് ഒരുമിച്ച് ഒരു ടോസ് ചെയ്യാം, 3000 ടൈംസ് 3 കോയിൻസ് ടോസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി അഥവാ സാമ്പിൾ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അതായത് നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് നേരിട്ട് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ നിന്നും നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ആ
ഇവൻ്റ് ആ റാൻഡം എക്സ്പെരിമെൻ്റ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ അങ്ങ് അസൈൻ ചെയ്യും. അതായത് ഏതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ഈ ഫംഗ്ഷനകത്ത് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഓരോ തവണത്തെയും പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ബൈ യൂസിങ് റാൻഡം എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ, റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെയും റാൻഡം വേരിയബിളിൻ്റെയും വാല്യൂസിൻ്റെ ബേസിസിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഥവാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട്, അതായത് ആ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന ടേബിൾ, ആ ടേബിൾ കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് അതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഹെൽപ്സ് ടു കൺസ്ട്രക്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മളുടെ ഡെഫിനേഷൻ വളരെ സിമ്പിളാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്താ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് എന്താണ് ആവശ്യമുള്ളത്, റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്തുപയോഗിച്ച്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രോബബിലിറ്റി ടേബിൾ ആക്കി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഹെൽപ്സ് ടു കൺസ്ട്രക്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. It is also called a probability density function. Probability distribution function നമ്മൾ probability density function അഥവാ PDF എന്നും നമ്മൾ വിളിക്കാം. So probability distribution function are also called probability density function. ഇനി നമ്മൾ പറഞ്ഞു റാൻഡം വേരിയബിൾസിനെ നമ്മൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, 2 categories ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ആ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂസിന്റെ പ്രത്യേകത അനുസരിച്ച് random variables are classified into 2 discrete random variables as well as continuous random variables. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ റാൻഡം എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്ത റാൻഡം വേരിയബിൾസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനെ അവിടെ ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ റാൻഡം വേരിയബിൾസിൻ്റെ ടൈപ്പിൻ്റെ ബേസിസ് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയും പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് നമ്മൾ റാൻഡം വേരിയബിൾസിനെ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് അസ്യൂംഡ് ബൈ ഇറ്റ് വി ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആസ് വെൽ ആസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് വി ക്യാൻ ക്ലാസിഫൈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓൾസോ. നമ്മൾ ഉദ്ദേശിക്കുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെങ്കിൽ, അതായത് ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പല ടൈപ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 2 ഫംഗ്ഷൻസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെങ്കിൽ, ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവിടെ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്നത് നോട്ട് ഓൺലി ഇൻറ്റിജർ വാല്യൂസ് ബട്ട് ഓൾസോ റിയൽ വാല്യൂസ്, എല്ലാ വാല്യൂസും ഡെസിമൽ വാല്യൂസും എല്ലാം തന്നെ നമ്മളുടെ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുമെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് ആർ കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. അപ്പോൾ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഈസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് തേർഡ് വൺ ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആൻഡ് ദ ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. So what is called a binomial distribution function? A discrete variable x is said to follow binomial distribution function if the PDF is of the form p of x is equal to ncx p raised to x into q raised to n minus x.
for x is equal to 1 to 0, 1, 2, 3, etc. up to n, and p is the probability of success, and q is equal to 1 minus p, which is the probability of failure. അപ്പോൾ എന്താ പറയുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബിലിറ്റി, റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആ വേരിയബിൾ ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്ക്രീറ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫംഗ്ഷനിലെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്താണ് നമ്മളുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അക്കോർഡിംഗ് ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പി ഓഫ് എക്സ്, എക്സിൻ്റെ ഏത് വാല്യൂസും ആയിക്കോട്ടെ, ആ റാൻഡം വേരിയബിളിൻ്റെ ഏത് വാല്യൂസും ആയിക്കോട്ടെ, ആ റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് എക്സ് ക്യാൻ be calculated by using the formula NCX. C is the combination. നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കോമ്പിനേഷൻ എന്താണ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്തെ കോമ്പിനേഷൻ എന്നുള്ള ടേമാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NCX p raised to x into q raised to n minus x, where this x can takes the integer values such as 0, 1, 2, etc. up to n. ആ x എടുക്കുന്ന വിലകളിൽ ഏറ്റവും അവസാനത്തെ വില അതാണ് നമ്മൾ എന്താണ് എഴുതേണ്ടത്, n ആയിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ടേം എന്താണ്, p എന്ന് പറയുന്നത് ഏതാണ് നമ്മളുടെ റാൻഡം എക്സ്പെരിമെന്റ്, ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ സക്സസിന് വേണ്ട പ്രോബിലിറ്റി ഓഫ് സക്സസിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, p കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറാസ് q is equal to probability of ഫെയിലിയറിനുള്ള പ്രോബിലിറ്റി that can be calculated by using the formula 1 minus p. അപ്പോൾ നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആ പേര് പോലെ തന്നെ രണ്ട് പോസിബിലിറ്റീസ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കേസുകളിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം അല്ലേ. അവിടെ രണ്ട് ഔട്ട്കംസേ ഉണ്ടാകത്തുള്ളൂ, ഹെഡ് ഓർ ടെയിൽ അല്ലേ. ഹെഡ് വീഴാനുള്ള പോസിബിലിറ്റി ഇത്ര, ടെയിൽ വീഴാനുള്ള പോസിബിലിറ്റി. രണ്ട് കോയിൻസ് ഞാൻ ടോസ് ചെയ്യുന്നത്. രണ്ട് കോയിൻസ് ടോസ് ചെയ്യുമ്പോഴും ആ രണ്ട് കോയിൻസിലും ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. മൂന്നാമതൊരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ, ഔട്ട്കംസ് നല്ലതല്ല, മൂന്നാമതൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ രണ്ട് ഓപ്ഷൻസ് മാത്രം സാധാരണ എന്തായിട്ട് വരുമ്പോഴത്തേക്ക് റിസൾട്ടായിട്ട് വരാൻ സാധ്യതയുള്ള കേസുകൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോസിങ് എ കോയിൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ടോസിങ് എ കോയിൻ്റെ പ്രോബിലിറ്റി ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഏത് ഡിസ്ട്രിബ്യൂഷനാണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ബൈനോമിയൽ distribution function. Next we can move on to the characteristics of binomial distribution function. Binomial distribution function properties അഥവാ characteristics ഒന്ന് നോക്കാം. In binomial distribution function എന്താണ്, p of x is equal to NCX p raised to x into q raised to n minus x എന്നുള്ളതാണ്. ഇവിടെ n എന്ന് പറയുന്നത് x എടുക്കുന്ന വാല്യൂകളിൽ ഏറ്റവും അവസാനത്തെ വാല്യൂ ആണ് എന്ത്, n എന്ന് പറയുന്നത്. കൂടാതെ p എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഈ രണ്ട് ടേംസ് അഥവാ ഈ രണ്ട് ആൽഫബറ്റ്സ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹിയർ n and p are called parameters of binomial distribution. And n-ന് എക്സ്ട്രാ പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിഗ്രി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ n-ഉം p-യും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. n-നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ബൈ യൂസിങ് ദ നെയിം ഡിഗ്രി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ.
Next characteristics is in binomial distribution. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there in that random experiment each trial has two mutually exclusive outcomes. ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓരോ തവണ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും അതിന് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസ് ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്തു. ആ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എത്ര ട്രയൽ ഒരു കോയിൻ ടോസ് ചെയ്യാം, ഒരു കോയിന് 2 വട്ടം ടോസ് ചെയ്യാം, 3 വട്ടം ടോസ് ചെയ്യാം, അങ്ങനെ എത്ര ട്രയൽ വേണമെങ്കിലും നടന്നോട്ടെ. എത്ര ട്രയൽ നടന്നു കഴിഞ്ഞാലും അതിന് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യത്തക്ക രീതിയിലുള്ള റാൻഡം എക്സ്പെരിമെൻറ്റിനെ സംബന്ധിച്ച് each trial should have 2 mutually exclusive outcomes. 2 mutually exclusive outcomes അവിടെ ഉണ്ടായിരിക്കണം. And the second one is the number of trials. n is 5. അവിടെ n എന്ന് പറയാൻ നമ്മൾ എടുക്കുന്നത് number of trials ആണ്. അതിൻ്റെ പേരെന്താണ്? ഡിഗ്രി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. n കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ടൈംസ്, നമ്പർ ഓഫ് ട്രയൽസിൻ്റെ ടൈംസാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് മാത്രമേ എന്ത് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ? ആ ട്രയൽസ്, ആ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി ഈസ് ദ ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ആ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ട്രയൽസ് എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒരു പ്രാവശ്യം കണ്ടക്ട് ചെയ്യുന്ന ട്രയൽ ഒരിക്കലും ആ ഔട്ട്കംസ് ഒരിക്കലും നമ്മൾ എന്തിനെ ബാധിക്കരുത്? അടുത്ത ട്രയലിനെ ബാധിക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഇപ്പോൾ ഒരു ബാഗിനകത്ത് കുറേ ബോൾസ് ഉണ്ട്. ആ ഒരു ബോളിനെ ഞാൻ എടുത്തു, ആ എടുത്ത ബോൾ ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫസ്റ്റ് ട്രയൽ എന്ന് പറയുന്നത് അടുത്ത ട്രയലാണ്. വീണ്ടും ഒരു ബോൾ ഞാൻ എടുക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? ആദ്യം എത്ര ബോൾസാണ് ഉണ്ടായിരുന്നത് അതിന് ഒന്ന് കുറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അടുത്ത ട്രയൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് റീപ്ലേസ്. ആ എടുത്ത ബോൾ, ആദ്യത്തെ ട്രയൽ ഞാൻ എടുത്ത ബോൾ ഞാൻ റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രയൽ ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ സെക്കൻഡ് ട്രയലിൽ ഒരു ബോളിൻ്റെ കുറവുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഫസ്റ്റ് ട്രയൽ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ദ സെക്കൻഡ് ട്രയൽ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ട്രയൽ എന്ന് പറയാം. സോ അങ്ങനെ ഒരു കേസ് എവിടെ ഉണ്ടാവരുത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ്സിലും ഉണ്ടാവരുത്. ഹിയർ ഈച്ച് ട്രയൽസ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഓരോ ട്രയൽസും എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് P means the probability of success. P should be same for each trial. എല്ലാ ട്രയലിലും പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ ആ ട്രയൽ നടത്തുമ്പോഴും അവിടെ എന്താണ് സക്സസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് ഇവൻ്റാണോ ആ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എല്ലാ ട്രയൽസിലും അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഇനി ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് നമുക്ക് ഈ ഇവിടുത്തെ വേരിയബിൾസ് ഉപയോഗിച്ച് ഇവിടുത്തെ പാരാമീറ്റേഴ്സ് n, p എന്നിവയാണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പെക്റ്റേഷനും വേരിയൻസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ആ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇനിയിപ്പോൾ അത്രയൊന്നും വേണ്ട. ഈ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് അതിൻ്റെ മീനും വേരിയൻസ് ഒക്കെ, റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓർ മീൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു പി. അവിടുത്തെ ഡിഗ്രി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഓഫ് സക്സസും കൂടെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് ഈസ് n ഇൻറ്റു പി ഇൻറ്റു ക്യൂ. അപ്പോൾ n, p, q എന്നീ 3 വാല്യൂ, ആ 3 ടേംസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തതിന് വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ അവ തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓൾസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് NP/Q. ഓൾസോ എക്സ്ട്രാ ടേം കൂടെ മോഡ് ഓഫ് എക്സ്, മീൻ കണക്ക് തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സെൻട്രൽ ടെൻഡൻസിയുടെ വാല്യൂ ആണ് പറയുന്നത് മീഡിയൻ മോഡ് എന്ന് പറയുന്നത്. അതായത് മോഡ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ n+1 ഇൻറ്റു p - 1 ആൻഡ് n+1 ഇൻറ്റു p.
എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മോഡ്, ആ മോഡ് വാല്യൂ വിൽ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ വിൽ ബി n+1 into p minus 1 less than or equal to mod of x less than or equal to n+1 into p. That is the ആണ് അതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോയിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണെന്ന് ഇരിക്കട്ടെ എക്സും വൈയും, ദെൻ എക്സ് പ്ലസ് വൈ ഓൾസോ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെയും വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്തിനെ ഫോളോ ചെയ്യുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുവെങ്കിൽ എക്സ് പ്ലസ് വൈ രണ്ട് റാൻഡം വേരിയബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിൾ ഫോം ചെയ്യുന്നിരിക്കട്ടെ. ആ റാൻഡം വേരിയബിൾസിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിൾ ഫോം ചെയ്തെങ്കിൽ ദാറ്റ് റാൻഡം വേരിയബിൾ വിൽ ഓൾസോ ഫോളോസ് വാട്ട്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ പുതിയ റാൻഡം വേരിയബിളായ എക്സ് പ്ലസ് വൈയും ഏത് ഇക്വേഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനായ NCx into p raised to x into q raised to n minus x എന്ന് പറയുന്ന ഫോമുല ഫോളോ ചെയ്യും. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ആസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് കൂടാതെ മറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 3 ഉള്ളൂ. സോ അതിനകത്ത് ഫസ്റ്റ് വണ്ണായ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞു, കറസ്പോണ്ടിങ് ഇക്വേഷനും എല്ലാം പറഞ്ഞു, ഒരു ടേംസ് നമ്മൾ വെരിഫൈ ചെയ്തു. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇയറിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ് 3 coins are tossed 3000 times. Find the frequency of distribution of heads and tails and tabulate the result. Also calculate mean and SD. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കോയിൻസ് 3000 വട്ടം ടോസ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ നടത്തിയ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി അപ്പം നമുക്ക് മനസ്സിലാവും. 3 coins are tossed 3000 times അല്ലേ. We have to find the frequency of distribution of heads and tails. ആ ഹെഡ് വീഴുന്നതിൻ്റെ അല്ലെങ്കിൽ ടെയില് വീഴുന്നത്, ഹെഡ് വീഴുന്ന എന്ന് പറഞ്ഞാൽ ടെയില് വീഴുന്നതിനാണ് സെയിം എഫക്റ്റ് ആണ് അല്ലേ. രണ്ടിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ്. അപ്പോൾ എത്ര വട്ടം ഹെഡ് വീണു അല്ലെങ്കിൽ എത്ര വട്ടം ടെയില് വീണു അതിൻ്റെ ഫ്രീക്വൻസി, ആ 3000 വട്ടം എറിഞ്ഞത്, 3000 വട്ടം നമ്മൾ ആ കോയിൻ എറിഞ്ഞതിനകത്ത് 3 കോയിൻസ് ടോസ് ചെയ്തതിനകത്ത് എത്ര വട്ടമാണ് ഹെഡ് വീണത്, എത്ര ടൈംസാണ് ടെയില് വീണത്, അതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതൊരു ടേബിളായിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾസോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് യെസ് തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട നമ്മളുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? ടോസിങ് എ കോയിനാണ്. അപ്പോൾ ആ ടോസിങ് എ കോയിൻ വരുമ്പോഴത്തേക്ക് അവിടെ 2 ഇവൻസേ ഉണ്ടാകത്തുള്ളൂ. ഏതൊക്കെയാണ്? ഗെറ്റിംഗ് എ ഹെഡും ഗെറ്റിംഗ് എ ടെയിലും. 2 റിസൾട്ടുകളേ ഉള്ളൂ. അഥവാ 2 ഇവൻസേ അവിടെ ഫോം ചെയ്യത്തുള്ളൂ. ഗെറ്റിംഗ് എ ഹെഡും ഗെറ്റിംഗ് എ ടെയിലും. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ഇവൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഓൾവേസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ ഒക്കർ ചെയ്യാൻ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള 2 ഇവൻസേ ഉള്ളൂ. ആൻഡ് ബോത്ത് ദ ഇവൻസ് ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഓൾസോ. സോ ബൈ മീൻസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് binomial distribution we can say that this probability distribution or this random experiment follows the binomial distribution function. അങ്ങനെയെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഓരോ ആൻസേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റാൻഡം എക്സ്പെരിമെൻ്റ് ഏതാണോ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്, ഈ റാൻഡം എക്സ്പെരിമെൻ്റ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? P of x is equal to NCx p raised to x into q raised to n minus
x അല്ലേ, വേർ x is equal to 0 1 2 3. എന്തുകൊണ്ടാണ് 3 ഇയേഴ്സ് നിർത്തിയത്? ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ് ആൻഡ് ടെയിൽസ്. എത്ര തവണ ഹെഡ് വീണു, എത്ര തവണ ടെയിൽ വീണു. 3 കോയിൻസ് നമ്മൾ 3000 വട്ടമാണ് ടോസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3000 ടൈംസിൽ 0 ടൈംസ് ഹെഡ് വീഴാം, 1 ടൈം ഹെഡ് വീഴാം, 2 ടൈം ഹെഡ് വീഴാം, 3 ടൈംസ് ഹെഡ് വീഴാം. അപ്പോൾ മാക്സിമം എക്സിൻ്റെ വാല്യൂ ഇവിടം വരെ പോകും, 3 വരെ പോകത്തുള്ളൂ അല്ലേ. മാക്സിമം ആ റാൻഡം ഇവിടുത്തെ റാൻഡം വേരിയബിൾ ഏതാണ്? ഇറ്റ് ക്യാൻ ബി ചെയ്ത് ഗെറ്റിംഗ് എ ഹെഡോ ഗെറ്റിംഗ് എ ടെയിൽ, രണ്ടാളിലും സെയിം ഇഫക്റ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മളുടെ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡായിട്ട് നമ്മൾ നമുക്ക് തുടങ്ങുകയാണ്. ലെറ്റ് അങ്ങ് തുടങ്ങാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഗെറ്റിംഗ് എ ഹെഡ്. ഗെറ്റിംഗ് എ ഹെഡ് എന്നാണ് നമ്മളുടെ ഇവൻ്റ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഇവൻ്റ് ഈ ഇവൻറ്റിനെ നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്താൽ ഈ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം അല്ലേ. ഒരു ഹെഡ് കിട്ടാൻ എത്ര തവണ എത്ര കോയിൻസ് വേണമെങ്കിലും ടോസ് ചെയ്തോട്ടെ. 3000 ടൈംസ് കോയിൻ ടോസ് ചെയ്യുന്ന പറഞ്ഞത്. അതായത് എത്ര കോയിൻസാണ് ടോസ് ചെയ്തത്? 3 കോയിൻസ് ടോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3000 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 കോയിൻസിനകത്തും ഹെഡ് വീഴാതിരിക്കാം, അല്ലെങ്കിൽ ഒരു കോയിനിൽ മാത്രം ഹെഡ് വീഴാം, അല്ലെങ്കിൽ 2 കോയിൻസിൽ മാത്രം ഹെഡ് വീഴാം, അല്ലെങ്കിൽ 3 കോയിൻസിലും ഹെഡ് വീഴാം. സോ നമ്മളുടെ എ അല്ല എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ അല്ലെങ്കിൽ ഈ ഇവന്റ് അസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0 1 2 and 3. ഓൾസോ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് എ binomial distribution. So p of x is of the form ncx p raised to x q raised to n minus x, where x assume the values 0 1 2 and 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0 1 2 3 എന്നിവയാണ്. therefore നമുക്ക് എന്ത് പറയാം? എക്സിൻ്റെ ലാസ്റ്റ് വാല്യൂ ആണെന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. സോ ഹിയർ n is equal to 3 എന്ന് പറയാം. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. എന്ത് കിട്ടാനുള്ള? ഗെറ്റിംഗ് എ ഹെഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. അപ്പോൾ ഒരു കോയിൻ ടോസ് കഴിഞ്ഞാൽ പകുതി ചാൻസ് ആണുള്ളത് ഹെഡ് വീഴാനും ടെയിൽ വീഴാനും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഇവിടെ നമ്മൾ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ് കിട്ടുക എന്നുള്ളത് ആണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. therefore പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് സക്സസ് എന്ന് പറയുന്നത് ഓരോ തവണ ഇപ്പോൾ ഒരു ട്രയൽ പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രയൽ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ സക്സസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ്. therefore ഈ ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഏതാണ്ട് ഈസ് ഈക്വൽ ടു 1/2. എൻ്റെ ഫസ്റ്റ് ട്രയലിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2, അടുത്ത ട്രയലിലും 1/2. അപ്പോൾ എല്ലാ ട്രയലിലും എന്താണ്? നമ്മുടെ സക്സസ് വീഴാനുള്ള പ്രോബബിലിറ്റി സെയിം ആകുകയും ചെയ്യും ബൈ മീൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് മനസ്സിലായി. ഓൾസോ q is equal to 1 minus p, which is equal to 1 minus 1/2, that is equal to 1/2. സോ സാധാരണ കോയിൻ ടോസിങ്ങിന് എപ്പോഴും പിയുടെ വാല്യൂ 1/2 ക്യൂവിൻ്റെ വാല്യൂ 1/2. കാരണം എന്താണ്? കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റിയും സെയിം ആണ്. അപ്പോൾ ഹെഡ് വീഴുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഇവൻ്റെങ്കിൽ ദ പ്രോബബിലിറ്റി ഈസ് 1/2 ആൻഡ് ദ റിമൈനിങ് പ്രോബബിലിറ്റി ഈസ് 1/2. ഈ ടെയിൽ വീഴുക എന്നുള്ളതാണെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? 1/2 ആണ്. ദ റിമൈനിങ് ബാലൻസ് പ്രോബബിലിറ്റി ഈസ് 1/2 ഇറ്റ്സെൽഫ്. സോ നമ്മൾ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻ്റ് അനുസരിച്ച് അവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ നമ്മൾ എഴുതി. ആ ഇക്വേഷനകത്ത് നിന്ന് എന്നിൻ്റെ വാല്യൂസ് നമ്മൾക്ക് കിട്ടി, പിയും ക്യൂവും നമ്മൾ എഴുതി. സോ ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഒന്നും കൂടെ എടുത്തെഴുതുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3cx 1/2 raised to x into 1/2 raised to 3 minus x, where x can choose the values 0 1 2 and 3 അല്ലേ. ഇനി ഇപ്പോൾ ഇത്ര നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്?
ഈ എക്സ്പെരിമെൻറ്റിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, റാൻഡം വേരിയബിളിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾസോ വി ഹാവ് ടു ടാബ്ലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഹെഡ് വീഴുന്നത് ടെയിൽ വീഴുന്നത് എത്ര തവണ എന്നതിൻ്റെ ഫ്രീക്വൻസി നമുക്കൊന്ന്, അല്ലെങ്കിൽ ഈ 3000 ടൈംസ് നമ്മൾ ടോസ് ചെയ്തതിനകത്ത് എത്ര തവണ ഹെഡ് വീണു, ബാക്കിയുള്ള എന്തായിരിക്കും ടെയിൽസ് ആയിരിക്കും. അപ്പോൾ എത്ര തവണ ഹെഡ് വീണു, അല്ലെങ്കിൽ 0 ടൈംസ് ഹെഡ് വീണത് എത്ര തവണ, 1 ടൈം ഹെഡ് വീണത് എത്ര തവണ, 2 ടൈം ഹെഡ് വീണത് എത്ര ടൈംസ്, അങ്ങനെയുള്ള ആ ഒരു ഫ്രീക്വൻസി കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ടാബ്ലേറ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതിലേക്ക് പോകാം. വി ക്യാൻ കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആയി എന്നിൻ്റെയും പിയുടെയും വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈ യൂസിങ് ദ ഫോർമുല n ഇൻറ്റു p. അല്ലേ, therefore it is equal to, here n is equal to 3 and p is equal to 1/2. Therefore expectation of x is 3/2. ഓൾസോ നമുക്ക് എന്താ വേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √(n)p(q). ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു √3/4 ഓർ √3/2. സോ നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലായി. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല നമ്മൾ എഴുതി. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ 3 വരെയാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ n is equal to 3, p is equal to 1/2, q is equal to 1/2 because it is a tossing of coin is the random experiment. ഇത് നമ്മൾ എന്ത് ചെയ്താൽ പി ഓഫ് എക്സിൻ്റെ ഇക്വേഷനകത്ത്, ജനറൽ ഇക്വേഷനകത്ത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിൻ്റെയും പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അത് ഉപയോഗിച്ച് മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെഡ്സ് ആൻഡ് ടെയിൽസ്. അപ്പോൾ we have to tabulate the result. അപ്പോൾ ഓരോ ഹെഡ് വീഴുന്നതിൻ്റെ ഫ്രീക്വൻസി, ടെയില് വീഴുന്നതിൻ്റെ ഫ്രീക്വൻസി, ഹെഡ് വീഴുന്ന ഫ്രീക്വൻസിയും ടെയില് വീഴുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. കാരണം എന്താ, ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, എക്സിൻ്റെ എടുത്തിരിക്കുന്നത് ഗെറ്റിംഗ് എ ഹെഡാണ്. ആ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടിയത്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റിംഗ് എ ഹെഡ് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഹെഡ് 3 കോയിൻസിനകത്ത് എന്ത് വീഴുന്നില്ല, ഹെഡ് വീഴുന്നില്ല. അതിനർത്ഥം എന്താ, 3 കോയിൻസിലും വീഴുന്നത് എന്തായിരിക്കും, ഗെറ്റിംഗ് എ ടെയിലായിരിക്കും. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ ഗെറ്റിംഗ് എ ഹെഡ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ടെയിൽ എന്നുള്ളതാണ്. ഗെറ്റിംഗ് എ ടെയിൽ എന്നുള്ളത് നമ്മൾ റാൻഡം വേരിയബിൾ എങ്കിൽ ആ ടെയിലിൻ്റെ ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, 3 ആയിരിക്കും വരുന്നത്. ഉദ്ദേശിച്ചത് എക്സ് ഇസ് ഈക്വൽ ടു ഗെറ്റിംഗ് എ ഹെഡ് എന്ന് എടുത്തതിന് പകരം വൈ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ടെയിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഈ വൈയുടെ വാല്യൂസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡ് ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ 3 എന്താ, ആ 3 കോയിനകത്ത് എന്ത് വീണ്ടിരിക്കുന്നു, ടെയിലാണ് വീണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്നതാണ് ഗെറ്റിംഗ് എ ടെയിലായിട്ട് നമ്മൾ എടുക്കുന്നത്. വൈയുടെ വാല്യൂ ഓട്ടോമാറ്റിക് അവിടെ എന്ത് വരും, എക്സ് ഇസ് ഈക്വൽ ടു 0 കറസ്പോണ്ട്സ് ടു ദ വാല്യൂ ഓഫ് വൈ ആസ് 3. സിമിലർലി എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും, 2. എക്സ് 1 ആകുന്ന എന്താണ്, 2 കോയിൻസിൽ ഒരു കോയിനിൽ എന്ത് വീണു, ഹെഡ് വീണു. ദാറ്റ് മീൻസ് റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 2 കോയിൻസിൽ എന്താണ് വീണിരിക്കുന്നത്, ടെയിലാണ് വീണിരിക്കുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. സിമിലർലി എക്സ് 2 ആകുമ്പോൾ വൈ എന്ത് വരും, 1 വരും. ആൻഡ് എക്സ് 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും, 0 വരും. സോ ഇവിടെ എക്സും വൈയും അസ്യൂം ചെയ്യുന്ന, എക്സും വൈയും ഏത് റാൻഡം വേരിയബിളായിട്ട് എടുത്തു കഴിഞ്ഞാലും ഗെറ്റിംഗ് എ ടെയിലോ ഗെറ്റിംഗ് എ ഹെഡോ ഏത് റാൻഡം വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ രണ്ടുപേരും അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0, 1, 2, 3 എന്നിവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് ടാബ്ലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തന്നെ ടാബ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. സോ നമ്മൾ എടുത്ത റാൻഡം വേരിയബിളായ ഗെറ്റിംഗ് എ ഹെഡ് എന്നതിൻ്റെ ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക്
സ്റ്റെപ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ എന്താ പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടേബിളിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂസ്. എക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇവിടുത്തെ എന്താണ്, ഗെറ്റിംഗ് എ ഹെഡ്. അതാണ് എൻ്റെ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ആദ്യം എഴുതുക. 0, 1, 2, 3. അതാണ് ഫസ്റ്റ് ടേബിളിനകത്ത് എൻ്റെ ഫസ്റ്റ് കോളം ഈസ് ദ വാല്യൂസ് ഓഫ് എക്സ്. ആൻഡ് ദ സെക്കൻഡ് കോളം ഈസ് പി ഓഫ് എക്സ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദീസ് റാൻഡം വേരിയബിൾസ്. നമ്മളുടെ ഈ ഓരോ വാല്യൂസും ഈ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ആൻഡ് ദാറ്റ് പ്രോബബിലിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല NCX p raised to x into q raised to n minus x, or 3CX 1/2 raised to x into 1/2 raised to 3 minus x. കാര്യം എന്താണ്, ഈ റാൻഡം വേരിയബിൾ കിട്ടിയത് ഈ റാൻഡം വേരിയബിൾ കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്യുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഈ എക്സിൻ്റെ വാല്യൂസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഏത് ഇക്വേഷനകത്താണ്, പി ഓഫ് എക്സ് എന്താണ്, 3CX 1/2 raised to x into 1/2 raised to 3 minus x. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യണം, x is equal to 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, p of 0 കിട്ടും. ദാറ്റ് p of 0 means probability of getting 0 head. ഹെഡിൻ്റെ എണ്ണം 0 ആകാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈസ് 3C0 1/2 raised to 0 into 1/2 raised to 3 minus 0, and we will get it as 1/8. ഇനി അടുത്തത് പി ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എക്സിൻ്റെ സ്ഥാനത്തിൽ എന്തിട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം. therefore it is equal to 3C1 1/2 raised to 1 and 1/2 raised to 3 minus 1, that is 2, and the probability will be equal to 3/8. നിങ്ങൾ എന്തിനകത്ത് നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. again p of 2 is equal to 3C2 1/2 raised to 2 into 1/2 raised to 1, that is equal to 3/8. and the last probability p of 3 is equal to 3C3 1/2 raised to 3 into 1/2 raised to 0, and that will be equal to 1/8. അപ്പോൾ നമ്മളുടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്തായിരുന്നു, ഗെറ്റിംഗ് എ ഹെഡ് എന്നുള്ളതായിരുന്നു. ആ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വാല്യൂസ് അക്വയർ ചെയ്യുന്ന പ്രോബബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്. എന്താ വേണ്ടത്, ദ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഓരോ പ്രോബബിലിറ്റിയും, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ 3 കോയിൻസ് 3000 വട്ടം ടോസ് ചെയ്യുമ്പോഴും അവിടെ ഹെഡ്സ് അപ്പിയർ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് എക്സ് 0, ഹെഡ് ഒന്നും, എക്സിൻ്റെ വാല്യൂവിനെ എക്സിൻ്റെ എണ്ണം, ഹെഡുകളുടെ എണ്ണം 0 ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 1/8 ആണ്. അങ്ങനെ ഹെഡ്സിൻ്റെ എണ്ണം 0 ആകാനുള്ള പ്രോബബിലിറ്റി 1/8 ആണെങ്കിൽ ബൈ മീൻസ് ഓഫ് ഫ്രീക്വൻസി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എക്സിൻ്റെ എണ്ണം, അതായത് ഹെഡുകളുടെ എണ്ണം 0 ആകാനുള്ള പ്രോബബിലിറ്റി സാധ്യത 1/8 ആണെങ്കിൽ ഈ 3000 വട്ടം ടോസ് ചെയ്യുമ്പോൾ എത്ര തവണ എന്ത് വീണിരിക്കാം, ഹെഡ് വീണിരിക്കാം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മളുടെ റാൻഡം വേരിയബിളായ ഗെറ്റിംഗ് എ ഹെഡ് എന്താണ്, 0 ആണ്. അതായത് ഹെഡ് എന്ത് ചെയ്യുന്നില്ല, അപ്പിയർ ചെയ്യുന്നത്, അഥവാ ഹെഡ് 0 ടൈംസ് ആണ് അപ്പിയർ ചെയ്യുന്നത്. അങ്ങനെ ഹെഡ് 0 ടൈംസ് അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അഥവാ സാധ്യത 1/8 ആണ്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ആ 3000 ടൈംസ് നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് വീഴാനുള്ള സാധ്യത 1/8 ആണെങ്കിൽ എത്ര തവണ, 3000ൽ എത്ര തവണ ഹെഡ് വീണിരിക്കാം. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ തേർഡ് കോളം കറസ്പോണ്ട്സ് ടു ദ ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 3000 ടൈംസിൽ എത്ര തവണ ഹെഡ് വീണെന്നാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ 0 ടൈംസ് ഹെഡ് അല്ലെ 3000 ടൈംസിൽ എത്ര പ്രാവശ്യമാണ് 0 ഹെഡ്സ്, 3000
ടൈംസ് നമ്മൾ എന്ത് ചെയ്തത്, കോയിൻ ടോസ് ചെയ്ത്. അതിനകത്ത് 3 കോയിൻസിലും ഹെഡ് വീഴാതിരുന്ന എത്ര വട്ടം, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 3000 ടൈംസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, കോയിൻ ടോസ് ചെയ്തത്. അതിനകത്ത് ഹെഡ് വീഴാതിരിക്കാനുള്ള പോസിബിലിറ്റി എത്രയാണ്, 1/8 ആണ്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി, അത് എത്ര തവണ 1/8 പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ ആ 3000 ടൈംസിൽ എത്ര തവണ എന്ത് വീഴാതിരിക്കാം, ഹെഡ് വീഴാതിരിക്കാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ആ ടോട്ടൽ ഫ്രീക്വൻസി അതിൻ്റെ 1/8, 3000 ഇൻറ്റു 1/8. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 375. അതായത് ടോട്ടൽ 3000 ടൈംസ് നമ്മൾ ആ കോയിൻ നമ്മൾ ടോസ് ചെയ്തു. അതിൽ ആ 3000 ടൈംസ് എറിഞ്ഞതിനകത്ത് ആ 3000 ടൈംസിൻ്റെ 1/8 പോസിബിലിറ്റി എന്തിനുണ്ട്, 1/8 പ്രാവശ്യവും എന്ത് ചെയ്യുക, ഹെഡ്സ് അപ്പിയർ ചെയ്യാതിരിക്കുക. 3 കോയിൻസിലും ഹെഡ് അപ്പിയർ ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് 3000 ഇൻറ്റു 1/8 വിച്ച് ഇസ് ഈക്വൽ ടു 375. നമുക്ക് പറയാം ഈ 3000 വട്ടം കോയിൻ ടോസ് ചെയ്തതിനകത്ത് ഒരിക്കൽ പോലും 3 കോയിൻസിലും ഹെഡ് വീഴാത്ത എത്ര ടോസിങ് ഉണ്ടായിരുന്നു, 375 ടോസസ് ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഈ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഒരു കോയിനിൽ മാത്രമാണ് ഹെഡ് വീഴുന്നതെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്, 3/8 ആണ്. അങ്ങനെയാണെങ്കിൽ 3000 ടൈംസിൽ എത്ര ടോസിങ്ങിലാണ് 1 ഹെഡ് അപ്പിയർ ചെയ്ത്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. 3000 ഇൻറ്റു 3/8 which is equal to 1125. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നേരിട്ട് റിസൾട്ട് ഞാൻ എഴുതുകയാണ്. എഗെയിൻ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 2, 3000 എന്ന് പറയുന്ന ടോട്ടൽ ടോസസിൽ എത്ര പ്രാവശ്യമാണ് 2 ഹെഡ്സ് 3 കോയിൻസിൽ 2 കോയിൻസിൽ ഹെഡ് അപ്പിയർ ചെയ്തത്. അത് 3000 ഇൻറ്റു the corresponding probability 3/8 which is equal to 1125. And again x is equal to 3 ആകാനുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3000 ഇൻറ്റു 1/8 which is equal to 375. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ 3 കോയിൻസ് 3000 ടൈംസ് ടോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോസിങ്ങിൽ എനിക്ക് 0 ടൈംസ് ഹെഡ് വീഴാം, 1 ടൈം ഹെഡ്, അല്ലെങ്കിൽ 0 കോയിൻസിൽ ഒരു കോയിനിൽ ഹെഡ് വീഴാതിരിക്കാം, ഒരു കോയിനിൽ മാത്രം ഹെഡ് വീഴാം, 2 കോയിൻസിൽ ഹെഡ് വീഴാം, 3 കോയിൻസിലും ഹെഡ് വീഴാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 0, 1, 2, 3 എന്നിവ എടുത്തു. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ എന്തുവരെ കാൽക്കുലേറ്റ് ചെയ്തു, ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, അതിനെ ടാബുലേറ്റ് ചെയ്തു. ഇനി ഈ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 3000 ടൈംസിൽ 0 ഹെഡ്സ് വീണത്, 375 ടൈംസ് 3 കോയിൻസിൽ 1 കോയിനിൽ മാത്രം ഹെഡ് വീണത് 1125 ടൈംസ്. എഗെയിൻ 2 കോയിൻസിൽ ഹെഡ് വീണത് 1125 ടൈംസ്. എഗെയിൻ 3 കോയിൻസിലും ഹെഡ് വീണത് എത്ര ടൈംസ് ആണ്, 375 ടൈംസ്. സോ ഇതാണെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ടാബ്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും പ്രോബിലിറ്റി നമുക്കറിയാം, ഈ ടേബിൾ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എന്തായിരിക്കും, പ്രോബിലിറ്റിയുടെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അല്ലെ ഏത് രീതി ഏത് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ഫോളോ ചെയ്യുന്ന പ്രോബിലിറ്റി ആണെങ്കിൽ അവയുടെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കണം. അതുപോലെ പ്രോബിലിറ്റിയുടെ ഈ കോളത്തിൻ്റെ സെക്കൻഡ് കോളത്തിൻ്റെ സം എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. നോക്കാം, 1/8 + 3/8 + 3/8 + 1/8 ഇറ്റ് ഈസ് ഈക്വൽ ടു 8/8 വിച്ച് ഈസ് ഈക്വൽ ടു 1. പ്രോബിലിറ്റിയുടെ സം നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. സോ നമുക്ക് പറയാം ഈ കണ്ടുപിടിച്ചിരുന്ന വാല്യൂ എന്താണ്, കറക്റ്റ് ആണ്. ഇനി ഈ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇവ ടോട്ടൽ ചെയ്യുമ്പോഴത്തെ നമുക്ക് കിട്ടേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ഫ്രീക്വൻസി കിട്ടണം. അതായത് ടോട്ടൽ നമ്മൾ എത്ര തവണ എറിഞ്ഞത്, 3000 തവണയാണ് നമ്മൾ 3000 ടൈംസ് ആണ് കോയിൻ നമ്മൾ ടോസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഹെഡ് 0 ടൈംസ്, 1 ടൈം, 2 ടൈം ആൻഡ് 3 ടൈം ഈ ഓരോ ടൈംസ് ഹെഡ് വീണതിൻ്റെ
വീണതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ 3000 ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. ദെയർഫോർ ദ സം ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, 3000 ആയിരിക്കണം. നമ്മൾ കാൽക്കുലേറ്റ് നമുക്ക് എന്ത് തന്നെ കിട്ടും, 3000 തന്നെ നമുക്ക് കിട്ടും. അത് ജസ്റ്റ് അത് വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ട്രിക്ക് പറഞ്ഞതേ ശരിയാണെന്ന് അറിയാനായിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ വേരിയൻസും അതുകൊണ്ടൊക്കെ തന്നെ ഫ്രീക്വൻസിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റനായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനും അതുകൊണ്ടൊക്കെ തന്നെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ട്സും കൂടെ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.